ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. മാർക്കറ്റ് പ്രവണത അനുസരിച്ച് ഓരോ 3 മാസത്തിലും വില പരിഷ്കരണം അദ്ദേഹം ശുപാർശ ചെയ്തു. ഹി റെക്കമെൻഡഡ് പ്രൈസ് റിവിഷൻസ് എവറി 3 months ആസ് പെർ മാർക്കറ്റ് ട്രെൻഡ്സ്. പ്രവണത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രെൻഡ്. മാർക്കറ്റ് പ്രവണത, മാർക്കറ്റ് ട്രെൻഡ്സ്. അനുസരിച്ച്, ആസ് പെർ. ഓരോ 3 മാസത്തിലും, എവറി 3 months. വില പരിഷ്കരണം, പ്രൈസ് റിവിഷൻസ്. ശുപാർശ ചെയ്യുക, റെക്കമെൻഡ്. ശുപാർശ ചെയ്തു, റെക്കമെൻഡഡ്. ഹി റെക്കമെൻഡഡ് പ്രൈസ് റിവിഷൻസ് എവറി 3 months ആസ് പെർ മാർക്കറ്റ് ട്രെൻഡ്സ്. മാർക്കറ്റ് പ്രവണത അനുസരിച്ച് ഓരോ 3 മാസത്തിലും വില പരിഷ്കരണം അദ്ദേഹം ശുപാർശ ചെയ്തു. യാത്രകൾ കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതും സ്വഭാവമാറ്റം വരുത്തുന്നതുമായ അനുഭവമായിരിക്കും. ട്രാവലിംഗ് ക്യാൻ ബി ആൻ എൻറിച്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ. യാത്രകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാവലിംഗ്. കുട്ടികൾ, ചിൽഡ്രൻ. അറിവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ജ്ഞാനം സമ്പാദിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എൻറിച്ച്. സ്വഭാവമാറ്റം വരുത്തുന്നതുമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്ഫോർമേറ്റീവ്. അനുഭവം, എക്സ്പീരിയൻസ്. ട്രാവലിംഗ് ക്യാൻ ബി ആൻ എൻറിച്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ. യാത്രകൾ കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതും സ്വഭാവമാറ്റം വരുത്തുന്നതുമായ അനുഭവമായിരിക്കും. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. ദ മോട്ടീവ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഈസ് യെറ്റ് ടു ബി നോൺ. ആക്രമണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അറ്റാക്ക്. കാരണം, മോട്ടീവ്. ഇതുവരെ അറിവായിട്ടില്ല, യെറ്റ് ടു ബി നോൺ. ദ മോട്ടീവ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഈസ് യെറ്റ് ടു ബി നോൺ. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. കഴിവും പ്രാഗൽഭ്യവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് യുവജനോത്സവം. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്പ്ലേ സ്കിൽസ് ആൻഡ് ടാലൻറ്റ്. കഴിവ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്കിൽ. പ്രാഗൽഭ്യം, ടാലൻറ്റ്. പ്രകടിപ്പിക്കുക, ഡിസ്പ്ലേ. അവസരം, ഓപ്പർച്യൂണിറ്റി. യുവജനോത്സവം, യൂത്ത് ഫെസ്റ്റിവൽ. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്പ്ലേ സ്കിൽസ് ആൻഡ് ടാലൻറ്റ്. കഴിവും പ്രാഗൽഭ്യവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് യുവജനോത്സവം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ. ദി എക്സാക്ട് കോസ് ഓഫ് ഹിസ് ഡെത്ത് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. മരണം, ഡെത്ത്. വ്യക്തമായ കാരണം, എക്സാക്ട് കോസ്. വ്യക്തമാകുക, എസ്റ്റാബ്ലിഷ്. ദി എക്സാക്ട് കോസ് ഓഫ് ഹിസ് ഡെത്ത് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ. പുതിയ സ്ഥലങ്ങളിൽ പോകുവാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് വാർഷിക അവധികൾ. ആനുവൽ വെക്കേഷൻസ് ആർ ദ ഐഡിയൽ ടൈം ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ക്രിയേറ്റ് മെമ്മറീസ് ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. പുതിയ സ്ഥലങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ പ്ലേസസ്. ഒരു സ്ഥലത്തിനെക്കുറിച്ച്, പ്രത്യേകിച്ച് അപരിചിതമായ ഒരു സ്ഥലത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവിടേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. ജീവിതകാലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലൈഫ് ടൈം. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന, ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. ഓർമ്മകൾ, മെമ്മറീസ്. സൃഷ്ടിക്കുക, ക്രിയേറ്റ്. അനുയോജ്യമായ സമയം, ഐഡിയൽ ടൈം. വാർഷിക അവധികൾ, ആനുവൽ വെക്കേഷൻസ്. ആനുവൽ വെക്കേഷൻസ് ആർ ആൻ ഐഡിയൽ ടൈം ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ക്രിയേറ്റ് മെമ്മറീസ് ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. പുതിയ സ്ഥലങ്ങളിൽ പോകുവാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് വാർഷിക അവധികൾ. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പാർട്ടി നേതാവ് അറിയിച്ചു. The party leader announced his resignation from the party's primary membership. പ്രാഥമിക അംഗത്വം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രൈമറി മെമ്പർഷിപ്പ്. രാജിവെക്കുക, റിസൈൻ. അറിയിക്കുക, അനൗൺസ്. The party leader announced his resignation from the party's primary membership. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പാർട്ടി നേതാവ് അറിയിച്ചു. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ അവർ അധിക പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. They will shortly introduce additional activities to entice more passengers. കൂടുതൽ യാത്രക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോർ പാസഞ്ചേഴ്സ്. യാത്രക്കാർ, പാസഞ്ചേഴ്സ്.
ആകർഷിക്കുക, എൻഡൈസ്. അധിക പ്രവർത്തനങ്ങൾ, അഡീഷണൽ ആക്ടിവിറ്റീസ്. അവതരിപ്പിക്കുക, ഇൻട്രൊഡ്യൂസ്. ഉടൻ, ഷോർട്ട്ലി. They will shortly introduce additional activities to entice more passengers. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. The event witnessed celebrities from different walks of life. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള from different walks of life. പ്രമുഖർ, സെലിബ്രിറ്റീസ്. ചടങ്ങ്, ഇവൻറ്റ്. സാക്ഷ്യം വഹിക്കുക, വിറ്റ്നസ്. സാക്ഷ്യം വഹിച്ചു, വിറ്റ്നസ്ഡ്. The event witnessed celebrities from different walks of life. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിന് ഇന്ന് സമാപനമായി. Today marks the conclusion of a significant chapter in his acting career. അഭിനയ ജീവിതം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആക്ടിംഗ് കരിയർ. സുപ്രധാനമായ, സിഗ്നിഫിക്കൻറ്റ്. അധ്യായം, ചാപ്റ്റർ. സമാപനം, കൺക്ലൂഷൻ. ടുഡേ മാർക്സ് ദ കൺക്ലൂഷൻ ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ചാപ്റ്റർ ഇൻ ഹിസ് ആക്ടിംഗ് കരിയർ. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിന് ഇന്ന് സമാപനമായി. അവർ പ്രശസ്ത പിന്നണി ഗായികയാണ്. ഷീ ഈസ് ആൻ അക്ലെയിംഡ് പ്ലേബാക്ക് സിംഗർ. പിന്നണി ഗായിക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേബാക്ക് സിംഗർ. പ്രശസ്തമായ, അക്ലെയിംഡ്. ഷീ ഈസ് ആൻ അക്ലെയിംഡ് പ്ലേബാക്ക് സിംഗർ. അവർ പ്രശസ്ത പിന്നണി ഗായികയാണ്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ദി അക്യൂസ്ഡ് വാസ് അപ്രിഹെൻഡഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. പിടിയിലാകുക, അപ്രിഹെൻഡ്. കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അക്യൂസ്ഡ്. ദി അക്യൂസ്ഡ് വാസ് അപ്രിഹെൻഡഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. യുവജനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദപരവും സമാധാനപരവുമായ രീതിയിൽ കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് മെൻ ടു എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ് അമിക്കബിളി. യുവജനോത്സവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂത്ത് ഫെസ്റ്റിവൽ. ഉദ്ദേശിക്കുക, മീൻ. സൗഹൃദവും സമാധാനപരമായ രീതിയിൽ, അമിക്കബിളി. കല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആർട്ട്. സ്നേഹം, ലവ്. കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം, എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ്. കൈമാറ്റം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സ്ചേഞ്ച്. പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ്. പ്രചോദിപ്പിക്കുക, മോട്ടിവേറ്റ്. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് മെൻ ടു എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ് അമിക്കബിളി. യുവജനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദപരവും സമാധാനപരവുമായ രീതിയിൽ കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നടൻ്റെ വിയോഗത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ് ഫ്രം വേരിയസ് ഫീൽഡ്സ് ഹാവ് കണ്ടോൾഡ് ദ ആക്ടേഴ്സ് ഡിമൈസ്. നടൻ്റെ വിയോഗം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആക്ടേഴ്സ് ഡിമൈസ്. വിവിധ മേഖലകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വേരിയസ് ഫീൽഡ്സ്. പ്രമുഖർ, പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ്. അനുശോചനം രേഖപ്പെടുത്തുക, കണ്ടോൾ. പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ് ഫ്രം വേരിയസ് ഫീൽഡ്സ് ഹാവ് കണ്ടോൾഡ് ദ ആക്ടേഴ്സ് ഡിമൈസ്. നടൻ്റെ വിയോഗത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കഥ അന്വേഷകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും കാഴ്ചക്കാർക്ക് ഒരു പുതിയ അനുഭവവും നൽകുന്നു. ദ സ്റ്റോറി ഡെൽസ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് ഓഫറിംഗ് എ നോവൽ എക്സ്പീരിയൻസ് ഫോർ വ്യൂവേഴ്സ്. കഥ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോറി. അന്വേഷകർ, ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ജീവിതങ്ങൾ, ലൈഫ്സ്. കടന്നു ചെല്ലുക, ഡെൽവ്. കാഴ്ചക്കാർ, വ്യൂവേഴ്സ്. ഒരു പുതിയ അനുഭവം, എ നോവൽ എക്സ്പീരിയൻസ്. നൽകുക, ഓഫർ. ദ സ്റ്റോറി ഡെൽവ്സ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് ഓഫറിംഗ് എ നോവൽ എക്സ്പീരിയൻസ് ഫോർ വ്യൂവേഴ്സ്. കഥ അന്വേഷകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും കാഴ്ചക്കാർക്ക് ഒരു പുതിയ അനുഭവം നൽകുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. ഹിസ് വർക്ക് വാസ് അഡ്മയർഡ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ ബട്ട് അക്രോസ് ദ ഗ്ലോബ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹിസ് വർക്ക്. ലോകമെമ്പാടും, അക്രോസ് ദ ഗ്ലോബ്. പ്രശംസിക്കുക, അഡ്മയർ.
His work was admired not just in India but across the globe. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. He wasn't ready to comply with any of the instructions from his superiors. മേലുദ്യോഗസ്ഥർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് superiors. നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്. പാലിക്കുക, comply with. തയ്യാറായില്ല, not ready. He wasn't ready to comply with any of the instructions from his superiors. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു അനുസ്മരണം ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എ മെമ്മോറിയൽ പേയിങ് റെസ്പെക്ട് ടു ഹിസ് കോൺട്രിബ്യൂഷൻസ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ ഓഫീസ് പ്രൊമൈസസ്. സംഭാവനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോൺട്രിബ്യൂഷൻസ്. ആദരാഞ്ജലികൾ അർപ്പിക്കുക, പേയിങ് റെസ്പെക്ട്. അനുസ്മരണം, മെമ്മോറിയൽ. ഓഫീസ് പരിസരങ്ങൾ, ഓഫീസ് പ്രൊമൈസസ്. സംഘടിപ്പിക്കുക, ഓർഗനൈസ്. A memorial paying respect to his contributions is organized on the office premises. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു അനുസ്മരണം ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അവരുടെ വർഷങ്ങളായിട്ടുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. I am grateful to all my colleagues and friends for their unwavering support over the years. സഹപ്രവർത്തകർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കൊളീഗ്സ്. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. വർഷങ്ങളായിട്ടുള്ള, ഓവർ ദ ഇയേഴ്സ്. അചഞ്ചലമായ, അൺവേവറിങ്. പിന്തുണ, സപ്പോർട്ട്. അചഞ്ചലമായ പിന്തുണ, അൺവേവറിങ് സപ്പോർട്ട്. ഞാൻ നന്ദിയുള്ളവനാണ്, ഐ ആം ഗ്രേറ്റ്ഫുൾ. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ് ഫോർ ദെയർ അൺവേവറിങ് സപ്പോർട്ട് ഓവർ ദ ഇയേഴ്സ്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അവരുടെ വർഷങ്ങളായിട്ടുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഒരു പട്ടണത്തിൽ നടന്ന ചില സംഭവങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു. He was assigned to investigate some incidents that occurred in a town. പട്ടണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടൗൺ. സംഭവങ്ങൾ, ഇൻസിഡൻസ്. ചില സംഭവങ്ങൾ, സം ഇൻസിഡൻസ്. അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേറ്റ്. നിയോഗിക്കുക, അസൈൻ. നിയോഗിച്ചു, അസൈൻഡ്. നടന്ന, occurred. He was assigned to investigate some incidents that occurred in a town. ഒരു പട്ടണത്തിൽ നടന്ന ചില സംഭവങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു. സംഭവത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. Following the incident, he was suspended from service. സംഭവത്തെ തുടർന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് following the incident. സംഭവം, ഇൻസിഡൻറ്റ്. തുടർന്ന്, following. ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സസ്പെൻഡ്. Following the incident, he was suspended from service. സംഭവത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. ജീവനക്കാർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. The employees joined the celebrations and gave blessings to the newlywed couple. ജീവനക്കാർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എംപ്ലോയീസ്. ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ്. പങ്കെടുക്കുക, ജോയിൻ. പങ്കെടുത്തു, ജോയിൻഡ്. നവദമ്പതികൾ, ന്യൂലിവെഡ് കപ്പിൾ. ആശംസകൾ, ബ്ലെസ്സിങ്സ്. നേരുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗിവ്. ദ എംപ്ലോയീസ് ജോയിൻ ദ സെലിബ്രേഷൻസ് ആൻഡ് ഗേവ് ബ്ലെസ്സിങ്സ് ടു ദ ന്യൂലിവെഡ് കപ്പിൾ. ജീവനക്കാർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ചോദ്യം ചെയ്യലിനിടയിലാണ് കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയത്. He unraveled the details of the murder during investigation. ചോദ്യം ചെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻട്രോഗേറ്റ്. ചോദ്യം ചെയ്യൽ, ഇൻട്രോഗേഷൻ. കൊലപാതകം, മർഡർ. വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ്. വെളിപ്പെടുത്തുക, അൺറാവൽ. He unraveled the details of the murder during investigation. ചോദ്യം ചെയ്യലിനിടയിലാണ് കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയത്. ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം അഭിഭാഷകനായി. He quit his job and turned into a lawyer. ഉപേക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വിറ്റ്. ഉപേക്ഷിച്ചു, ക്വിറ്റ്. ജോലി, ജോബ്. അഭിഭാഷകൻ, ലോയർ. അഭിഭാഷകനായി, ടേൺ ഇൻ ടു എ ലോയർ. He quit his job and turned into a lawyer. ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം അഭിഭാഷകനായി.
യുവജനോത്സവങ്ങൾ മത്സര വൈദഗ്ധ്യത്തിൻ്റെയും മത്സരങ്ങളുടെയും പര്യായങ്ങളായി മാറിയിരിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവൽസ് ഹാവ് ബിക്കം സിനിനിംസ് ഫോർ ദ ഡിസ്പ്ലേ ഓഫ് കോമ്പറ്റിംഗ് സ്കിൽസ് ആൻഡ് കോമ്പറ്റീഷൻസ്. യുവജനോത്സവങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് യൂത്ത് ഫെസ്റ്റിവൽസ്. മത്സര വൈദഗ്ധ്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോമ്പറ്റിംഗ് സ്കിൽസ്. മത്സരങ്ങൾ കോമ്പറ്റീഷൻസ്. പര്യായങ്ങൾ സിനിനിംസ്. മാറുക ബിക്കം. യൂത്ത് ഫെസ്റ്റിവൽസ് ഹാവ് ബിക്കം സിനിനിംസ് ഫോർ ദ ഡിസ്പ്ലേ ഓഫ് കോമ്പറ്റിംഗ് സ്കിൽസ് ആൻഡ് കോമ്പറ്റീഷൻസ്. യുവജനോത്സവങ്ങൾ മത്സര വൈദഗ്ധ്യത്തിൻ്റെയും മത്സരങ്ങളുടെയും പര്യായങ്ങളായി മാറിയിരിക്കുന്നു. ഉദ്യോഗജനകമായ ഒരു പോലീസ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനയും നിഗൂഢതയും അനാവരണം ചെയ്യുന്നതാണ് കഥ. ദ സ്റ്റോറി അൺവെയിൽസ് ദ ഇൻട്രീഗ് ആൻഡ് മിസ്റ്ററി സറൗണ്ടിങ് എ സെൻസേഷണൽ പോലീസ് കേസ്. ഉദ്യോഗജനകമായ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ അല്ലെങ്കിൽ ആശ്ചര്യകരമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻസേഷണൽ. ചുറ്റിപ്പറ്റിയുള്ള സറൗണ്ടിങ്. ഗൂഢാലോചന ഇൻട്രീഗ്. നിഗൂഢത മിസ്റ്ററി. അനാവരണം ചെയ്യുക അൺവെയിൽ. കഥ സ്റ്റോറി. ദ സ്റ്റോറി അൺവെയിൽസ് ദ ഇൻട്രീഗ് ആൻഡ് മിസ്റ്ററി സറൗണ്ടിങ് എ സെൻസേഷണൽ പോലീസ് കേസ്. ഉദ്യോഗജനകമായ ഒരു പോലീസ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനയും നിഗൂഢതയും അനാവരണം ചെയ്യുന്നതാണ് കഥ. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുകയായിരുന്ന സ്ത്രീയെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. എ വുമൺ വാസ് ഹിറ്റ് ബൈ എ സ്പീഡിംഗ് കാർ while on her way to a supermarket. അമിത വേഗതയിൽ സ്പീഡിംഗ്. ഇടിക്കുക ഹിറ്റ്. എ വുമൺ വാസ് ഹിറ്റ് ബൈ എ സ്പീഡിംഗ് കാർ while on her way to a supermarket. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുകയായിരുന്ന സ്ത്രീയെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. പരിശീലനത്തിനിടെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. The attack occurred due to a conflict between two groups during training. പരിശീലനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രെയിനിങ്. സംഘങ്ങൾ ഗ്രൂപ്പ്സ്. സംഘങ്ങൾ തമ്മിലുള്ള ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. സംഘർഷം കോൺഫ്ലിക്റ്റ്. കാരണം ഡ്യൂ ടു. ഉണ്ടാകുക ഒക്കർ. ആക്രമണം അറ്റാക്ക്. ദി അറ്റാക്ക് ഒക്കേർഡ് ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഡ്യൂറിംഗ് ട്രെയിനിങ്. പരിശീലനത്തിനിടെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. വിവിധ പദ്ധതികൾ നടപ്പാക്കാനെന്ന വ്യാജേന കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 10 കോടി രൂപയാണ് ചെലവഴിച്ചത്. 10 crores have been spent over the last 2 decades under the pretext of implementing various projects. വിവിധ പദ്ധതികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേരിയസ് പ്രോജക്ട്സ്. നടപ്പാക്കുക ഇംപ്ലിമെൻറ്റ്. വ്യാജേന പ്രീടെക്സ്റ്റ്. 2 പതിറ്റാണ്ട് 2 decades. ചെലവഴിക്കുക സ്പെൻറ്റ്. 10 crores have been spent over the last 2 decades under the pretext of implementing various projects. വിവിധ പദ്ധതികൾ നടപ്പാക്കാനെന്ന വ്യാജേന കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 10 കോടി രൂപയാണ് ചെലവഴിച്ചത്. അവരുടെ പ്രതിമകളും ഫോട്ടോഗ്രാഫുകളും സ്ഥാപിക്കാൻ ഒരു പ്രത്യേക മുറിയുണ്ടാകും. There will be a separate room where their statues and photographs will be installed. പ്രതിമകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റാച്യൂസ്. ഫോട്ടോഗ്രാഫുകൾ ഫോട്ടോഗ്രാഫ്സ്. സ്ഥാപിക്കുക ഇൻസ്റ്റോൾ. ഒരു പ്രത്യേക മുറി എ സെപ്പറേറ്റ് റൂം. ദർ വിൽ ബി എ സെപ്പറേറ്റ് റൂം വെയർ ദെയർ സ്റ്റാച്യൂസ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് വിൽ ബി ഇൻസ്റ്റോൾഡ്. അവരുടെ പ്രതിമകളും ഫോട്ടോഗ്രാഫുകളും സ്ഥാപിക്കാൻ ഒരു പ്രത്യേക മുറിയുണ്ടാകും. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് പിക്ഡ് അപ്പ് എ മാൻ ഹു വാസ് ഫൗണ്ട് അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ്. സംശയാസ്പദമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സസ്പീഷ്യസ്. സാഹചര്യങ്ങൾ സർക്കംസ്റ്റാൻസസ്. കണ്ടെത്തുക ഫൈൻഡ്. കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ എടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പിക്കപ്പ്. പോലീസ് പിക്ഡ് അപ്പ് എ മാൻ ഹു വാസ് ഫൗണ്ട് അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്യോഗജനവും അന്വേഷണാത്മക ഘടകങ്ങളും കേന്ദ്രീകരിക്കുന്നതാണ് കഥ. The story focuses on suspense and investigative elements. ഉദ്യോഗജനമായ സസ്പെൻസ്. അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ. ഘടകങ്ങൾ എലമെൻറ്റ്സ്. അന്വേഷണാത്മക ഘടകങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് എലമെൻറ്റ്സ്. കേന്ദ്രീകരിക്കുക ഫോക്കസ്. കഥ സ്റ്റോറി. The story focuses on suspense and investigative elements. ഉദ്യോഗജനവും അന്വേഷണാത്മക ഘടകങ്ങളും കേന്ദ്രീകരിക്കുന്നതാണ് കഥ. അവരെ വേർപെടുത്തിയ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും
സാമൂഹികവും സാമ്പത്തികവും വംശീയവുമായ മതിലുകളെ അകറ്റി നിർത്തുന്നതിനാണ് അത്തരം പരിപാടികൾ. സച്ച് ഇവൻറ്റ്സ് ആർ മെന്റ് ടു റിമൂവ് ദ ജിയോഗ്രഫിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് റേഷ്യൽ വാൾസ് ദാറ്റ് ഹാവ് ഡ്രിഫ്റ്റഡ് ദം എപ്പാർട്ട്. വേർപെടുത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്രിഫ്റ്റ് എപ്പാർട്ട്. അവരെ വേർപെടുത്തിയ, ഡ്രിഫ്റ്റഡ് ദം എപ്പാർട്ട്. ഭൂമിശാസ്ത്രപരമായ, ജിയോഗ്രഫിക്കൽ. സാംസ്കാരികമായ, കൾച്ചറൽ. സാമൂഹികമായ, സോഷ്യൽ. സാമ്പത്തികമായ, ഇക്കണോമിക്. വംശീയമായ, റേഷ്യൽ. മതിലുകൾ, വാൾസ്. മാറ്റുക, റിമൂവ്. ഇവൻറ്റ്സ്, പരിപാടികൾ. അത്തരം പരിപാടികൾ, സച്ച് ഇവൻറ്റ്സ്. സച്ച് ഇവൻറ്റ്സ് ആർ മെന്റ് ടു റിമൂവ് ദ ജിയോഗ്രഫിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് റേഷ്യൽ വാൾസ് ദാറ്റ് ഡ്രിഫ്റ്റഡ് ദം എപ്പാർട്ട്. അവരെ വേർപെടുത്തിയ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും വംശീയവുമായ മതിലുകളെ അകറ്റി നിർത്തുന്നതിനാണ് അത്തരം പരിപാടികൾ. മരണം വരെ അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നു. ഹി റിമൈൻഡ് ആക്റ്റീവ് ഇൻ ദ പബ്ലിക് സ്പിയർ അണ്ടിൽ ഹിസ് ഡെത്ത്. മരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡെത്ത്. മരണം വരെ, അണ്ടിൽ ഡെത്ത്. പൊതുരംഗം, പബ്ലിക് സ്പിയർ. സജീവം, ആക്റ്റീവ്. ഹി റിമൈൻഡ് ആക്റ്റീവ് ഇൻ ദ പബ്ലിക് സ്പിയർ അണ്ടിൽ ഹിസ് ഡെത്ത്. മരണം വരെ അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നു. നമ്മളിതുവരെ പരിചയപ്പെട്ട ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.